ഹായ് ഓൾ, ഇന്ന് ഒരു ഉരുളക്കിഴങ്ങ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ പാത്രമെല്ലാം കഴുകാൻ കിടപ്പുണ്ട്. ആകെ കിച്ചൺ ഒരു മെസ്സി ആയിട്ട് കിടക്കുവാണ്. വൃത്തിയാക്കാൻ പറ്റിയില്ല. സാധാരണ ഏകദേശം എല്ലാം ഒതുക്കിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചെയ്യാറ്. ഇന്നിപ്പം ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും കുറച്ച് താമസിച്ചു. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് താമസിച്ച് എണീറ്റാൽ മതിയല്ലോ എന്ന്. അപ്പോഴത്തേനും അമ്മ ഏകദേശം പാചകമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാത്രം കഴുകാൻ റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇവിടുത്തെ പാത്രം കഴുകലുകാരി. അപ്പോൾ ഇന്നിപ്പം പാത്രം കഴുകുന്നതിന് മുമ്പ് തോരനും കൂടെ വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പീൽ ചെയ്ത് കൊടുക്കാമെന്ന്. അമ്മയാണെങ്കിൽ ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെത്തുമ്പോൾ പീലർ വെച്ച് ചെയ്യാം. അമ്മയ്ക്ക് ഈ പീലർ അത്ര വശമുള്ള പരിപാടിയല്ല. ഉരുളക്കിഴങ്ങ് തോരൻ ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ഇവിടെ അമ്മയുടെ സ്റ്റൈലാണ് ഈ ഉരുളക്കിഴങ്ങ് തോരൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കതൊരു വീഡിയോ ആക്കാമെന്ന്. ഉരുളക്കിഴങ്ങിനെ നമ്മൾ നല്ല പൊടിയായിട്ടാണ് അരിയുന്നത്. ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ച് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതിൻ്റെ അകത്തേക്ക് നമ്മൾ സവാളയും അരിഞ്ഞിടും. വേറെ പച്ചമുളകൊന്നും ചേർക്കത്തില്ല. സവാളയും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളൂ. സവാളയും ഇതേണക്ക് പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ തിരുമണം. ഞാൻ തേങ്ങ തിരുമിക്കൊണ്ടിരുന്നപ്പോൾ ഋതു വന്ന് തേങ്ങ വേണം. ഞാൻ അവനിച്ചിരി തേങ്ങ കൊടുത്ത് അങ്ങനെ തേങ്ങയും തിരിഞ്ഞ് മാറ്റി വെച്ച് അതിനുശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം ജീരകപ്പൊടി, മസാലപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇതിന് അരപ്പിലിടുന്നത്. പിന്നെ കുറച്ച് കരിവേപ്പിലയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. പക്ഷെ ഞാൻ അരച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി, ഇച്ചിരി ഓവറായിട്ട് അരഞ്ഞു പോയി. ഇത്രയും അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയേ. അത് കഴിഞ്ഞ് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേനും നമ്മൾ കരിവേപ്പില ഇട്ട് കൊടുക്കണം. അമ്മ കടുക് പൊട്ടുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക, പൊട്ടുമോ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിയുടെ കരിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങും സവാളയും അരിഞ്ഞത് നമ്മൾ തട്ടിക്കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് പൊട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ അരപ്പും തട്ടിക്കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് നമ്മൾ അടച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടച്ച് വെച്ച് ആ വെള്ളം വറ്റിയതിന് ശേഷമേ നമ്മൾ പിന്നെ ഇളക്കത്തുള്ളൂ കേട്ടോ. ആ വെള്ളം മൊത്തം വറ്റി അതൊന്നാവുമ്പോൾ നമ്മൾ തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയപ്പം ഉടഞ്ഞു പോകുമെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പിന്നെ തവിയുടെ ഈ തുമ്പ് ഭാഗം വെച്ചാണ് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അമ്മയ്ക്ക് വശം. ഇളക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലോ. എനിക്കിങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ഇളക്കുന്ന പരിപാടി എനിക്കറിഞ്ഞൂടാ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് തോരൻ ഏകദേശം ആവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും ഇത് ടേസ്റ്റ് ചെയ്യാൻ വന്ന്. അപ്പം മുളക് പൊടി കുറഞ്ഞു പോയായിരുന്നേ. അമ്മ വീണ്ടും കുറച്ചുകൂടെ മുളക് പൊടി ഇട്ടു. ആ കളർ അങ്ങോട്ട് വന്നില്ല. ഉപ്പില്ലേ? ഇങ്ങോട്ട് കൊടുക്കോ? അങ്ങനെ നമ്മുടെ തോരൻ ഇച്ചിരിയുടെ മസാലയും കൂടി ഇട്ടിട്ട് അമ്മ ഒന്നുകൂടി ഇട്ട് ഇളക്കുവാണേ. അങ്ങനെ ഏകദേശം നമ്മുടെ തോരൻ റെഡിയായി. അപ്പം ഋതുവിന് ഇച്ചിരി പാത്രത്തിൽ തണുക്കാനിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. താങ്ക് യു.